എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നമസ്കാരം. 20 ഡേയ്സ് 20 സ്റ്റോറീസ് ചലഞ്ചിൻ്റെ 18ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെതാണ്. പരമശിവനും പാർവതീദേവിയും തമ്മിലുള്ള വിവാഹം ഹിമാലയത്തിൽ വെച്ച് നടക്കാൻ തീരുമാനിച്ച സമയം പ്രപഞ്ചത്തിലെ സകല ദേവീദേവന്മാരും മാമുനിമാരും യക്ഷന്മാരുമെല്ലാം ഈ വിവാഹത്തിൽ പങ്കെടുക്കാനായി ഹിമാലയത്തിലേക്ക് ഒഴുകിയെത്തി. ഇത്രയും പേർ ഒരിടത്ത് ഒത്തുകൂടിയപ്പോൾ ഭൂമിയുടെ വടക്കേ പകുതി താഴാനും തെക്കേ പകുതി ഉയരാനും തുടങ്ങി. ഭൂമിയുടെ ഈ അസന്തുലിതാവസ്ഥ പ്രപഞ്ചനാശത്തിന് കാരണമാകുമെന്ന് മനസ്സിലാക്കിയ ശിവൻ ഭൂമിയെ സമനിലയിലാക്കാൻ ഏറ്റവും മനോജ്ഞനായ വ്യക്തിയെ തിരഞ്ഞെടുത്തു. അത് മറ്റാരുമല്ല, മഹാതപസ്യായ അഗസ്ത്യമുനിയായിരുന്നു. ശിവന്റെ നിർദ്ദേശപ്രകാരം അഗസ്ത്യമുനി തെക്കോട്ട് യാത്ര തിരിക്കുകയും അദ്ദേഹം ഒരിടത്തിരുന്നതോടെ ഭൂമി സമനിലയിലാവുകയും ചെയ്തു. അഗസ്ത്യമുനി വന്നിരുന്ന സ്ഥലമാണ് പിന്നീട് ചെങ്ങന്നൂർ ആയി മാറിയത്. വിവാഹം ഭംഗിയായി കഴിഞ്ഞതിനു ശേഷം ശിവനും പാർവതിയും അഗസ്ത്യമുനിയെ കാണായി തെക്കോട്ട് യാത്ര തിരിച്ചു. അവർ ചെങ്ങന്നൂരിലെത്തിയപ്പോൾ പാർവതീദേവി ആദ്യമായി ഋതുമതിയായ എന്നാണ് കഥ. ദേവി ഋതുമതിയായ വിവരം ശിവൻ അഗസ്ത്യമുനിയുടെ ഭാര്യയെ ലോപമുദ്രയെ അറിയിക്കുകയും ലോപമുദ്രയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ ചേർന്ന് ദേവിയെ മാറ്റി താമസിപ്പിക്കുകയും ഋതുശാന്തി കല്യാണം ആഘോഷിക്കുകയും ചെയ്തു. ഈ സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നും ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ തൃപ്പൂർത്ത് ഒരു ഉത്സവമായി കൊണ്ടാടുന്നത്. ശിവനും പാർവതിയും തുല്യ പ്രാധാന്യത്തോടെ കുടികൊള്ളുന്ന ഇവിടെ ദേവീ വിഗ്രഹത്തിലുണ്ടാകുന്ന ആർത്തവ പ്രതിഭാസത്തെ തൃപ്പൂത്ത് എന്നാണ് വിളിക്കുന്നത്. കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാമെങ്കിലും ഇവിടുത്തെ പൂജാരി ദേവിക്ക് ചാർത്തിയ വസ്ത്രത്തിൽ ചോരക്കറ കണ്ടാൽ ഉടൻ തന്നെ അത് പരിശോധിക്കാൻ തന്ത്രിയെയും തറവാട്ടുകാരെയും ഏൽപ്പിക്കും. അവർ അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിൻ്റെ നട അടയ്ക്കും. പിന്നീട് 3 ദിവസം ദേവിയെ പ്രത്യേക പള്ളിയറയിലേക്ക് മാറ്റുകയാണ് പതിവ്. 4ാം ദിവസം ഭഗവതിയുടെ ആറാട്ട് നടക്കുമ്പോൾ ദേവിയെ പിടിയാനപ്പുറത്ത് മാത്രം എഴുന്നള്ളിക്കുന്ന ആ അത്ഭുത കാഴ്ച കാണാൻ പതിനായിരങ്ങളാണ് ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. ആറാട്ട് കഴിഞ്ഞ് മടങ്ങി വരുന്ന ഭാര്യയെ സ്വീകരിക്കാൻ ചെങ്ങന്നൂരപ്പൻ ഗോപുരം വരെ വരുമെങ്കിലും പിന്നീട് പിണങ്ങി സ്വന്തം സ്ഥാനത്തേക്ക് മടങ്ങുന്ന എതിരേൽപ്പ് എന്ന ആചാരം ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. ദാമ്പത്യ ദുരിതങ്ങൾ മാറാനും നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കാനും ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ഇവിടെ പട്ടും വളയും സമർപ്പിച്ച് മംഗല്യപൂജ കഴിക്കുന്നത്. ശാസ്ത്രത്തിന് ഇന്നും ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും സ്ത്രീത്വത്തിൻ്റെ പവിത്രമായ ഇത്രയധികം ആഘോഷിക്കുന്ന മറ്റൊരു ക്ഷേത്രം ലോകത്തെവിടെയും കാണാൻ കഴിയില്ല. ചെങ്ങന്നൂർ ഭഗവതി ഭക്തരുടെ വിളിപ്പുറത്തെത്തുന്ന അമ്മയാണ് എന്നാണ് വിശ്വാസം. തൃപ്പൂത്ത് ഉണ്ടാകുന്ന സമയം പ്രകൃതിയിൽ പോലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിലും 108 ദുർഗാക്ഷേത്രങ്ങളിലും ഒരേപോലെ ഉൾപ്പെടുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ചെങ്ങന്നൂർ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ദർശനം ദാമ്പത്യ ഐക്യത്തിനും തടസ്സങ്ങൾ മാറുന്നതിനും ഏറ്റവും ഉത്തമമായി കരുതപ്പെടുന്നു. ശിവനും ശക്തിയും ഒരുപോലെ പ്രാധാന്യത്തോടെ വിളങ്ങുന്നതുകൊണ്ട് ഈ ക്ഷേത്രത്തെ ചെങ്ങന്നൂർ ഭഗവതി ക്ഷേത്രമെന്നും ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രമെന്നും വിളിക്കുന്നു. ചെങ്ങന്നൂർ മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. 20 ഡേയ്സ് 20 സ്റ്റോറീസ് ചലഞ്ചിൻ്റെ 19ാം ദിവസമായ നാളെ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.